ആണ്ടുവട്ടത്തിലെ 20-ാം ഞായർ. ഇന്നത്തെ സുവിശേഷത്തിൽ കാനാൻകാരിയായ ഒരു സ്ത്രീയുടെ വിശ്വാസ തീക്ഷ്ണതയാണ് നാം കണ്ടുമുട്ടുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അനുജൻ്റെ പൗരോഹിത്യ സ്വീകരണ ചടങ്ങ് ഗോളിയർ രൂപതയിൽ നടക്കുകയുണ്ടായി. പ്രസ്തുത ചടങ്ങിൽ പങ്കെടുക്കുവാനായി ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അക്കൂട്ടത്തിൽ എൻ്റെ അനുജൻ്റെ 4 വയസ്സ് പ്രായമുള്ള മകനുമുണ്ടായിരുന്നു. ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കച്ചവടക്കാരൻ കുറെ കളിപ്പാട്ടങ്ങളുമായിട്ട് കടന്നു വന്ന് ഞങ്ങളുടെ മുമ്പിൽ കച്ചവടം നടത്തുവാൻ തുടങ്ങി. ഈ കളിപ്പാട്ടങ്ങൾ കണ്ടപ്പോൾ എൻ്റെ അനുജൻ്റെ മകന് അത് കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ടായി. അവൻ തൻ്റെ അച്ഛനോട് അതിലൊന്ന് മേടിച്ചു കൊടുക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പിതാവ് അവനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഇത് വേഗം ചീത്തയായി പോകും, ഇതിന് വില അധികമാണ്, ഇതിലും നല്ലത് പിന്നീട് മേടിച്ചു തരാമെന്ന്. ഈ വാക്കുകൾ കേട്ട് കച്ചവടക്കാരൻ അവൻ്റെ പാട്ടിന് പോയി. എന്നാൽ കുട്ടി തൻ്റെ പിതാവിനോട് ആ കളിപ്പാട്ടം മേടിച്ചു തരണമേ എന്ന് വീണ്ടും വീണ്ടും യാചിച്ചു പറയുകയും അവനെ ശല്യപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് അവൻ കരച്ചിൽ ആരംഭിച്ചു. മകൻ്റെ ശല്യപ്പെടുത്തൽ സഹിക്കവയ്യാതെയും അവൻ്റെ കരച്ചിൽ കേട്ട് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ പിതാവ് ആ കച്ചവടക്കാരനെ പേടിയിറങ്ങി. ഏതോ കമ്പാർട്ട്മെൻറ്റിൽ ആയിരുന്ന ആ കച്ചവടക്കാരനെ കണ്ടെത്തി അവനിൽ നിന്ന് ഒരു കളിപ്പാട്ടം മേടിച്ച് തൻ്റെ പ്രിയപ്പെട്ട മകന് കൊണ്ടുകൊടുക്കുകയും ചെയ്തു. ആ കളിപ്പാട്ടം കിട്ടുന്നതുവരെ മകൻ വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ തൻ്റെ പിതാവ് കളിപ്പാട്ടം മേടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് അവന് സമാധാനമുണ്ടായി, സ്വസ്ഥത അനുഭവപ്പെട്ടു. ഇന്നത്തെ സുവിശേഷത്തിലും ഇപ്രകാരം തൻ്റെ മകൾക്ക് വേണ്ടി വാശി പിടിച്ച് കരയുന്ന ഒരമ്മയുടെ ചിത്രമാണ് നാം കാണുന്നത്. ഈ അമ്മ തൻ്റെ പ്രിയപ്പെട്ട മകളെ രോഗസൗഖ്യത്തിനായി പലരെയും സമീപിച്ചുവെങ്കിലും ആർക്കും അവളെ സുഖപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. ഈ ഒരു അവസരത്തിലാണ് യേശുവിനെക്കുറിച്ച് കേട്ടറിഞ്ഞ് യേശുവിനെ തേടി വരികയും യേശുവിനെ ദൈവപുത്ര എന്ന് വിളിച്ചുകൊണ്ട് യേശുവിൻ്റെ മുന്നിൽ തൻ്റെ യാചന സാവധാനം ഇറക്കി വയ്ക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ മുന്നിൽ അവൾ ഈ അഭ്യർത്ഥന നടത്തുമ്പോൾ അവൾക്ക് യേശുക്രിസ്തുവിൽ വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസമാണ് അവളെ പ്രത്യാശയിലേക്ക് നയിച്ചത്. ആ പ്രത്യാശയുടെ അടിസ്ഥാനത്തിലാണ് പ്രാർത്ഥനയുമായി ആ സ്ത്രീ യേശുവിനെ സമീപിച്ചത്. പ്രാർത്ഥനയിൽ വിശ്വാസത്തിൻ്റെ ശക്തമായ അനുഭവം നിറയുമ്പോഴാണ് അത് പ്രതീക്ഷയായും ആ പ്രതീക്ഷയാണ് യാചനയായും ഇവിടെ മാറുന്നത്. പ്രത്യാശ നിറഞ്ഞ വിശ്വാസത്താൽ യാചിച്ചുകൊണ്ട് കടന്നു വന്നവൾ ക്ഷമയോടും വീണ്ടും സ്വയം എളിമപ്പെട്ടുകൊണ്ടും തുടർച്ചയായി യാചിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. വിശ്വാസത്തിൻ്റെ പ്രത്യാശ നിറഞ്ഞ പ്രാർത്ഥനയിൽ ഈ 4 ഘടകങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തേത് പ്രത്യാശയുടെ ഉള്ള പ്രാർത്ഥന. ആ പ്രത്യാശയുടെ അടിസ്ഥാനം വിശ്വാസം തന്നെയാണ്. രണ്ടാമത് ക്ഷമയോടുകൂടിയുള്ള സമീപനം. ക്ഷമയോടുകൂടി പിന്തിരിഞ്ഞു പോകാതെ യേശുവിനെ സമീപിക്കുന്ന ശക്തമായ ഒരു മനോഭാവം. മൂന്നാമത് വീണ്ടും ആ പ്രത്യാശയുടെ അടിസ്ഥാനത്തിൽ അവൾ സ്വയം എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ തൻ്റെ ആഗ്രഹം പ്രകടമാക്കി. ക്ഷമയോടുകൂടി എളിമപ്പെട്ടുകൊണ്ട് അവൾ ദൈവത്തിൻ്റെ മുമ്പിൽ അഭ്യർത്ഥന നടത്തുമ്പോൾ വീണ്ടും അവളിലേക്ക് കടന്നു വരുന്നത് ഈ പ്രത്യാശ തുടർച്ചയായിട്ട് യാചിക്കുവാനുള്ള ഒരു ആഗ്രഹമായിട്ടാണ്. അത് അവളെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് തുടർച്ചയായിട്ടുള്ള യാചനയിലേക്കാണ്. ഏതൊരു വിശ്വാസ പ്രത്യാശ നിറഞ്ഞ പ്രാർത്ഥനാ വേളകളും സമ്പൽ സമൃദ്ധമാകുന്നത് ഈ ഘട്ടങ്ങളിലൂടെയാണ്. ഇടതടവില്ലാതെ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ക്ഷമയോടെ സ്വയം എളിമപ്പെട്ടുകൊണ്ട് തുടർച്ചയായുള്ള യാചന. ആ യാചനയ്ക്കാണ് ഫലം കാണുന്നതായി നാം ഇവിടെ കാണുന്നത്. യേശുക്രിസ്തു അവളുടെ വിശ്വാസത്തെ ശ്ലാഘിക്കുന്നു. അവളുടെ ആഗ്രഹത്തിനൊത്തവണ്ണം സൗഖ്യം നൽകി അവൾ ആ സ്ത്രീയെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ വായനകളിൽ പ്രധാനമായിട്ടും 2 സന്ദേശങ്ങളാണ് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നത്. ഒന്നാമത്തേത് ഈ കാനാൻകാരിയായ സ്ത്രീയുടെ വിശ്വാസ തീക്ഷ്ണതയാർന്ന ഇടതടവില്ലാത്ത പ്രാർത്ഥനയാണ്. രണ്ടാമത്തേത്
സാർവത്രിക രക്ഷയുടെ മാനമാണ്. ഒന്നാമത്തെ വായന ഇത് വ്യക്തമാക്കുന്നു. ഇസ്രായേൽക്കാർ തങ്ങളുടെ വിപ്രവാസം കഴിഞ്ഞ് ദൈവം വാഗ്ദത്തം ചെയ്ത് നൽകിയ ഭൂമിയിലേക്ക് മടങ്ങിയെത്തി. അവിടെ മടങ്ങിയെത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ തന്നെ സുരക്ഷിതത്വം കണ്ടെത്തുവാൻ വേണ്ടി അവർ ആഗ്രഹിച്ചു. ആ അവസരത്തിലാണ് പ്രവാചകൻ അപരിചിതരെയും വിദേശികളെയും സ്വീകരിക്കണമെന്നുള്ള ആഹ്വാനം മുൻനിർത്തി ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അവിടുന്ന് ആഗ്രഹിക്കുന്നത് സാർവത്രികമായ രക്ഷയാണെന്ന്. എല്ലാ മനുഷ്യരും ഈ രക്ഷയിലേക്ക് കടന്നു വരുന്ന ഒരു വലിയ അനുഭവം ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനമാണ് പ്രവാചകൻ നടത്തുന്നത്. രണ്ടാമത്തെ വായനയിൽ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിക്കൊണ്ട് ഈ അടിസ്ഥാനപരമായ തത്വത്തെ ഉറപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം വിജാതിയരുടെ മുമ്പിൽ അനുഗ്രഹമായിട്ട് മാറപ്പെടുന്നതിനെക്കുറിച്ച് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. വിജാതിയരുടെ അപ്പോസ്തലനായ അദ്ദേഹം ദൈവത്തിൻ്റെ കാരുണ്യം ഇസ്രായേലിയർക്ക് മാത്രമല്ല, അത് വിജാതിയരിലേക്ക് വ്യാപിക്കുമെന്ന് ഉറപ്പു തരികയാണ്. ഈ കാനാൻകാരി സ്ത്രീ ആയിക്കൊള്ളട്ടെ, ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം ശത്രുപക്ഷത്തുള്ള ഒരു സ്ത്രീയാണ്. അവൾ ശത്രുപക്ഷത്തുള്ള സ്ത്രീയാണെങ്കിൽ തന്നെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം അവളെ യേശുവിലേക്ക് ആകർഷിക്കുകയുണ്ടായി. യേശുക്രിസ്തു അവൾ ആരാണെന്നോ എന്താണെന്നോ അറിഞ്ഞിട്ടുകൂടി അത് ഗൗനിക്കാതെ അവളുടെ വിശ്വാസത്തിൽ ആകർഷിക്കപ്പെട്ടുകൊണ്ടാണ് അവൾക്ക് രക്ഷ പ്രദാനം ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശുശ്രൂഷാ വേളകളിലൊക്കെ പലരെയും മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മളിൽ പെടാത്തവരെന്ന രീതിയിലും നമുക്ക് ഇഷ്ടമല്ലാത്തവരെന്ന രീതിയിലും നമ്മുടെ ചോരയുമായി ബന്ധപ്പെടാത്തവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും നാം ആളുകളെ ഒറ്റപ്പെടുത്തുകയും അകറ്റി നിർത്തുകയും ചെയ്യാറുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു സാർവത്രികമായ രക്ഷയിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും സുവിശേഷ പ്രഘോഷണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ക്രിസ്തുവിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ഇടവക സമൂഹങ്ങളിലേക്ക് അതിർത്തികൾ ഇല്ലായ്മ ചെയ്തുകൊണ്ട് എല്ലാവർക്കും സ്വാഗതമരളി രക്ഷയുടെ അനുഗ്രഹ സ്രോതസ്സിലേക്ക് ആനയിക്കുവാൻ കടപ്പാടുണ്ട് എന്നുള്ള വലിയൊരു സന്ദേശം ഇതിലടങ്ങിയിരിക്കുന്നു. രക്ഷയ്ക്ക് നിറമോ വർണ്ണമോ വർഗമോ ഇല്ല. അവിടെ ദൈവത്തിലുള്ള തീക്ഷ്ണമായ വിശ്വാസം മാത്രമാണ് കരണീയമായ വസ്തുത. ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് യേശുനാഥൻ സ്ത്രീയെ തൻ്റെ സമീപത്ത് സ്വീകരിക്കുകയും അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. യേശുക്രിസ്തുവിൻ്റെ സംസാരത്തിൽ ആ സ്ത്രീയെ നായോട് ഉപമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യഹൂദന്മാരുടെ ചില പണ്ഡിതന്മാരൊക്കെ വിജാതീയരായ സ്ത്രീകളെയും പുരുഷന്മാരെയും പൊതുവെ നായയോടാണ് ഉപമിച്ചിരുന്നത്. ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ആയിരുന്നിരിക്കാം യേശു അത് സംസാരിക്കുന്നത്. എന്നാൽ ഇവിടെ വെറും നായെക്കുറിച്ചല്ല യേശു പറയുന്നത്. സാധാരണ നമ്മുടെ ഭവനങ്ങളിൽ നാം സൂക്ഷിക്കുന്ന പരിപാലിക്കുന്ന പെറ്റ് ഡോഗുകളെ സംബന്ധിച്ചുള്ള സംജ്ഞയാണ് ഉപയോഗിച്ചുകൊണ്ട് യേശു ഇവിടെ ഉപമ പറയുന്നത്. എപ്രകാരമാണ് പെറ്റ് ഡോഗ്സ് തങ്ങളുടെ യജമാനന്റെ കരങ്ങളിൽ സുരക്ഷിതമായി ഇരുന്നു കൊണ്ട് യജമാനൻ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പൊടി സ്വീകരിച്ചുകൊണ്ട് ആ നായ്ക്കളും ജീവൻ സുരക്ഷിതമായി നിലനിർത്തുന്നത് പോലെ ദൈവത്തിൻ്റെ രക്ഷയ്ക്ക് ഇവരും അർഹരാണ് എന്നുള്ള സന്ദേശമാണ് യേശു ഇതിലൂടെ നൽകുന്നത്. ഇതിലൂടെ നാം മനസ്സിലാക്കുന്നത് ആദ്യം രക്ഷ യഹൂദർക്കും തുടർന്ന് മറ്റുള്ളവരിലേക്കും വ്യാപിക്കും എന്നുള്ള സന്ദേശമാണ്. രക്ഷ ആരംഭിക്കുന്നത് യഹൂദരുടെ ഇടയിലാണെങ്കിൽ തന്നെയും അത് അവിടെ ഒതുങ്ങി നിൽക്കാതെ ക്രമേണ സാർവത്രിക സഭയിലേക്ക് എല്ലാ മനുഷ്യരിലേക്കും വ്യാപിക്കും എന്നുള്ള ശക്തമായ സൂചനയും വാഗ്ദാനവുമാണ് യേശുദേവൻ ഈ വചനഭാഗത്തിലൂടെ നമുക്ക് നൽകുന്നത്. ഈ വചനഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം ചിന്താവിഷയമാക്കേണ്ടത്. ഒന്നാമത്തേത് വിശ്വാസപൂർവമായ പ്രാർത്ഥനയുടെ ആവശ്യകത. വിശ്വാസപൂർവമായ പ്രാർത്ഥന നിറയുമ്പോൾ പ്രത്യാശയുള്ളവരായി നാം മാറുകയും ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തെ കൂടുതൽ എളിമയുള്ളവരാക്കുകയും എളിമ നിറഞ്ഞ മനോഭാവത്തിൽ ക്ഷമയോടെ നാം അവിടുത്തെ പിന്തുടർന്നുകൊണ്ട്
തുടർച്ചയായി അഭ്യർത്ഥന നടത്തുകയും ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ തുടർച്ചയായുള്ള യാചന തീർച്ചയായിട്ടും ഫലം കാണുമെന്നുള്ള ഉറപ്പാണ് ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്നത്. രണ്ടാമത്, രക്ഷ നമ്മുടെ മാത്രം കുത്തകയായി കരുതാതെ സാർവത്രികമായ അതിൻ്റെ മാനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ മനുഷ്യരെയും രക്ഷയിലേക്ക് ആനയിക്കുവാൻ ഉതകുന്ന രീതിയിൽ രക്ഷയുടെ വാതായനങ്ങൾ തുറന്നു കൊടുക്കുവാനും മറ്റുള്ളവരെ രക്ഷയുടെ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കുവാനും നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട സന്ദേശം. ആ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുമ്പോൾ ജാതിക്കതീതമായി വ്യക്തികൾക്ക് അവരുടെ നിറങ്ങൾക്ക് ചാർത്ത് കൊടുക്കാതെ അവരെ രക്ഷയുടെ മാർഗത്തിലേക്ക് ആനയിക്കുവാൻ കഴിയും എന്നുള്ള ഒരു പ്രത്യാശയാണ് മുന്നോട്ട് വയ്ക്കുവാൻ കഴിയുന്നത്. ഈ അവസരത്തിൽ നമ്മുടെ ജീവിതവും രക്ഷയുടെ മാർഗത്തിൻ്റെതായിട്ട് മാറാം. അതിനുവേണ്ടി വിശ്വാസ തീക്ഷ്ണതയോടുകൂടി തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും രക്ഷയിലേക്ക് ആനയിക്കുന്ന ആ ദൈവികമായ മാർഗം നമ്മുടെ ഓരോരുത്തരുടെയും മാർഗമാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം.